ഉൽപ്പത്തി പുസ്തകം 37 അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിച്ചു തുടങ്ങുമ്പോൾ അവിടെ ഒരു ദൈവ മനുഷ്യനെ നമുക്ക് പരിചയപ്പെടുവാൻ കഴിയും. മറ്റാരുമല്ല, യോസേഫ്. തൻ്റെ ബാല്യകാല ജീവിതങ്ങളാണ് നാം അവിടെ വായിക്കുന്ന ഓരോ വാക്യങ്ങളും. താൻ തൻ്റെ ബാല്യത്തിൽ അനുഭവിക്കുന്ന പ്രതിസന്ധികളും നോമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളും ഒറ്റപ്പെടുത്തലുകളും സഹോദരന്മാരാലുള്ള തള്ളിപ്പറച്ചിലുകളും എല്ലാം നാം ആ അധ്യായം മുതലേ കണ്ടു തുടങ്ങുകയാണ്. എന്തുകൊണ്ടാണ് യോസേഫിൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു അനുഭവം വരുവാനിടയായി തീർന്നത്? മറ്റൊന്നുമല്ല പ്രിയരെ, ദൈവം തനിക്ക് കൊടുത്ത സ്വപ്നങ്ങൾ അതിൻ്റെ നിവൃത്തീകരണത്തിലേക്കുള്ള ഒരു യാത്രകൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ അതിലേക്കുള്ള കാൽപാദങ്ങളായിരുന്നു താൻ അനുഭവിച്ച നൊമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങൾ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ. അതിനെ ഒറ്റവാക്കിൽ നാം ചുരുക്കി പറഞ്ഞാൽ, നെയ്ത്തുകാരൻ തുണി ചുരുട്ടും പോലെ തൻ്റെ ജീവനെ സംഘം ചേർന്ന് അവർ ചുരുട്ടിക്കളഞ്ഞു. അവരവനെ മൃഗീയമായ പാപിൽ നിന്ന് അറുത്തു കളഞ്ഞു. പക്ഷേ ദൈവമെന്ന നെയ്ത്തുകാരൻ തൻ്റെ കമനീയമായ കൈവിരുതുകളാണ് കൂടും പാപം ചേർത്തത്. യോസേഫിന്മേൽ ചില സ്വപ്നങ്ങൾ നെയ്തെടുത്തു പേരെ. അവൻ്റെ മേൽ സ്വർഗം നെയ്ത് വിരിയിച്ച സ്വപ്നങ്ങളുടെ ഇഴയടിക്കാൻ പിന്നെ തൻ്റെ സഹോദരന്മാർക്കോ മറ്റ് സാമ്രാജ്യ ശക്തികൾക്കോ ഒന്നിനും സാധിച്ചില്ല എന്നാണ് നാം പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും ചരിത്രത്തിലുള്ളതും. ഇന്ന് പകൽ ഒരു കാര്യം നാം അടിയുറച്ച് വിശ്വസിക്കുക: സ്വർഗം തന്ന സ്വപ്നങ്ങൾ, സ്വർഗം നെയ്ത് വിരിയിക്കുന്ന സമയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളിലും നോമ്പരപ്പെടുത്തുന്ന അനുഭവങ്ങളിലും ജീവിതം പോലും വേണ്ടെന്ന് വെക്കുന്നതായ നിമിഷങ്ങളിലൂടെ ആയിരിക്കാം നാം കടന്നു പോകുന്നത്. പക്ഷേ ഒരു കാര്യം നാം അടിയുറച്ച് വിശ്വസിക്കൂ: ഈ സ്വപ്നങ്ങളുടെ ഉടമസ്ഥാവകാശം എപ്പോഴും ദൈവത്തിലാണ്. നിങ്ങൾക്ക് ലഭിച്ച സ്വപ്നങ്ങൾ ദൈവത്തിൽ നിന്നാണെങ്കിൽ, സ്വർഗത്തിൽ നിന്നാണെങ്കിൽ, അതിൻ്റെ പാത എത്ര തിക്തമായതാണെങ്കിലും, അതിൻ്റെ പാത എത്ര ദുർഘടമാണെങ്കിലും, അതിൻ്റെ പാത എത്ര വേദനിപ്പിക്കുന്നതാണെങ്കിലും നിങ്ങളെ സ്വപ്നങ്ങളിലേക്ക് നടന്നെടുക്കുകയാണ്. യോസേഫിൻ്റെ ജീവിതം ഒന്ന് എടുത്ത് പഠിച്ചു നോക്കി. യോസേഫിനെ തൻ്റെ സഹോദരന്മാർ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു. പിന്നെ അവനെ വലിച്ച് പൊട്ടക്കിണറ്റിലേക്ക് എറിയുന്നു. അവിടെ നിന്ന് പിടിച്ച് കയറ്റി അറബികൾക്ക് വിൽക്കുന്നു. അറബികൾ പോത്തിഫേറിന് വിൽക്കുന്നു. അവിടെ നിന്ന് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ താൻ ജയിൽവാസത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ദൈവം തന്നെ ഉയർത്തുന്നു. ഒരിക്കലും ചരിത്രത്തിൽ സംഭവിക്കാനിടയില്ലാത്ത ഒരസാധാരണ സംഭവങ്ങളാണ് യോസേഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അതുകൊണ്ട് നാം വിശ്വസിക്കേണ്ടത് നമ്മിലും അതുപോലൊക്കെ തന്നെ ആയിരിക്കാം. ചരിത്രങ്ങളിൽ കാണാത്ത അസാധാരണമായ സംഭവങ്ങൾ സ്വപ്ന നിവൃത്തീകരണത്തിനു വേണ്ടി സംഭവിച്ചുകൊണ്ടേയിരിക്കുമെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ നമുക്കതിൽ വെച്ച് വിശ്വസിക്കാം: എനിക്ക് തന്ന സ്വപ്നം അത് സ്വർഗത്തിൻ്റെതാകയാൽ ദൈവം എന്നിലൂടെ അത് നിവർത്തീകരിക്കുമെന്നുള്ള ആത്മാർത്ഥമായ വിശ്വാസത്തിൽ നമുക്കെല്ലാവർക്കും മുന്നോട്ട് പോകാം. അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ കൊച്ചു സന്ദേശത്തിൽ നിന്ന്